ഇവിടെ ഇവള് വീട്ടിലെ ജോലിക്കാരനായ ഹീറോനെ രഹസ്യ കാമുകനാക്കാൻ നോക്കുകയാണ്. അതേസമയത്ത് ഇവളുടെ ഹസ്ബൻഡ് ആണെങ്കിൽ കാട്ടിൽ കാണുന്ന പെണ്ണിന്റെ സൗന്ദര്യത്തിൽ മതിമറന്ന് അവൾക്കായിട്ട് എന്ത് വില കൊടുത്തും അവൾ ആസ്വദിക്കാൻ തീരുമാനിക്കുകയാണ്. ഈ സൈഡ് ഇവളാണെങ്കിൽ റൂമിലേക്ക് വന്ന ഹീറോന്റെ നേരെ തോക്ക് ചൂണ്ടിട്ട് അവനെ ഡ്രസ് അടിക്കാൻ പറയും. എന്നിട്ട് അവൾക്കുള്ള ആഗ്രഹങ്ങൾ ഇവനോട് പൂർത്തീകരിക്കാൻ പറയാണ്. പക്ഷെ ഹീറോ ഇതിന് സമ്മതിക്കുന്നില്ല. അങ്ങനെ ഇവർ തമ്മിലുള്ള കാര്യം അറിഞ്ഞു വരുന്ന സെമീന്ദാറാണെങ്കിൽ ഹീറോനെ കാണുകയാണ്. പക്ഷെ അവനോട് ദേഷ്യപ്പെടാതെ ഹീറോന് പകരമായിട്ട് ഒരു ഡീൽ സംസാരിക്കും. നീ എന്റെ വൈഫിന്റെ കൂടെ കിടന്നാലും എനിക്ക് കുഴപ്പമില്ല, പക്ഷെ നീ എനിക്കായിട്ട് ഒരു പെണ്ണിനെ കണ്ടെത്തണം. ഈ സെമീന്ദാർ കാട്ടിൽ കണ്ട പെണ്ണിനെ കുറിച്ച് പറഞ്ഞു കൊടുത്ത് അവൾ എങ്ങനെയും കണ്ടുപിടിക്കാൻ പറയാണ്. എന്നാൽ അവിടെയുള്ള ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഹീറോ ആണെങ്കിൽ പെണ്ണിനെയും കണ്ടെത്തി അടുത്ത സെമീന്ദാർ മുന്നിലേക്ക് കൊണ്ടുവരും. അവളെ കണ്ടപാട് ഇയാളാണെങ്കിൽ സന്തോഷത്തിൽ അവളെ പിടിക്കാനേ പോവാണ്. പക്ഷെ ആ സമയത്തായിരിക്കും അത് അവന്റെ വൈഫാണെന്ന് ഹീറോ പറയാ. ആക്ച്വലി ഹീറോയ്ക്ക് പെണ്ണുമായിട്ട് ചെറുപ്പത്തിലെ കല്യാണം കഴിയാണ്. അന്ന് മുതൽ ഇവര് ഭാര്യ ഭർത്താക്കന്മാരെ പോലെയും ജീവിക്കുന്നുണ്ടാവും. ഈ കാര്യങ്ങളെല്ലാം സെമീന്ദാറിനോട് പറയും. ഇത് കേൾക്കുന്ന സെമീന്ദാർ അവരോട് ദേഷ്യപ്പെടുന്ന വിചാരിച്ചാൽ അവരെ അനുഗ്രഹിക്കുകയാണ്. എന്നാൽ ഇവർ അവിടെ നിന്ന് പോകാൻ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് സെമീന്ദാർ ആണെങ്കിൽ അയാൾക്ക് ഇവളുടെ മേലുള്ള ആശകൾ തീർക്കാനായിട്ട് ഒരു ദിവസം അവൾ വേണമെന്ന് പറയാണ്. ഇതിൽ ദേഷ്യപ്പെടുന്ന ഹീറോ റിയാക്ട് ചെയ്യും മുന്നേ അവനെ പിടിച്ച് മാറ്റും. എന്നിട്ട് അവന്റെ കൺമുന്നിൽ വെച്ചുകൊണ്ട് സെമീന്ദാർ അവളെ തൊടാൻ തുടങ്ങുകയാണ്. ഹീറോ എത്ര ശ്രമിച്ചിട്ടും പറ്റുന്നുണ്ടാവില്ല. പക്ഷെ പെട്ടെന്ന് ഹീറോനാണെങ്കിൽ തോക്കുമായിട്ടൊന്ന് സെമീന്ദാറിനെ പോയിന്റ് ചെയ്യും. എന്നിട്ട് ഹീറോനോട് രക്ഷപ്പെടാൻ പറയാണ്. സോ ഹീറോ അവന്റെ വൈഫിനെയും കൂടി അവിടെ രക്ഷപ്പെട്ടു പോകും. പാർട്ട് 5 കാണാൻ വേണ്ടി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക.